വേറൊരു തമാശ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ റിയലിസ്റ്റിക് ആയിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏറ്റവും ടോപ്പ് എൻഡിന് ഇതിൻ്റെ പ്രൈസ് എത്രയാണെന്ന് അറിയോ? ഞാൻ പറഞ്ഞുതരാം ലാസ്റ്റ്. ക്യാബിൻ ഓറിയൻറ്റഡ് ആയിട്ട് എയർ സർക്കുലേഷൻ ക്രിയേറ്റ് ചെയ്യാൻ ഈ പൊസിഷൻ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യും. ബട്ട് ഒരുപാട് കാലമായിട്ട് ഒരുപാട് പേര് ആഗ്രഹിച്ച ഒരു മാറ്റവുമായിട്ടാണ് ടാറ്റ മോട്ടോഴ്സ് ഇത്തവണ വന്നിരിക്കുന്നത്. ഏതാണ് മോഡൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ടാറ്റയുടെ ഒരുപാട് കാലമായിട്ട് പ്രസിദ്ധമായ ഏറ്റവും എൻട്രി ലെവൽ വാഹനങ്ങളിലൊന്നായിട്ടുള്ള ടാറ്റ ടിയാഗോയുടെ ഏറ്റവും പുതിയ ഫേസ് ലിഫ്റ്റ്. ആക്ച്വലി ഇതൊരു പുതിയ ജനറേഷനാണെന്ന് വേണമെങ്കിൽ പറയാം, കാരണം അത്രമാത്രം മാറ്റങ്ങൾ ഇതിനകത്തുണ്ട്. പക്ഷേ ഇതൊരു ഫേസ് ലിഫ്റ്റ് മാത്രമാണ് എന്നുള്ളതാണ്. ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ ഈ വാഹനത്തിനെ വിശദമായി നിങ്ങളെ പരിചയപ്പെടുത്തുകയാണ്. വന്നിട്ടുള്ള എല്ലാ മാറ്റങ്ങളെക്കുറിച്ചും എല്ലാ കാര്യങ്ങളെക്കുറിച്ചും സംസാരിക്കാമെന്ന് വിചാരിച്ചു. ഇത് കഴിഞ്ഞിട്ട് നമ്മളിത് ഡ്രൈവ് ചെയ്യും. നാളെ, അതായത് 2 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ EV വേർഷൻ്റെയും കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ നമ്മൾ പോസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. സോ നമുക്ക് ടാറ്റ ടിയാഗോയിൽ വന്നിട്ടുള്ള മാറ്റങ്ങളെക്കുറിച്ച് വിശദമായിട്ട് സംസാരിക്കാം. എല്ലാ കൂട്ടുകാർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ ആദ്യം ഒരു റിക്വസ്റ്റാണ് നിങ്ങളുടെ മുമ്പിലേക്ക് വെക്കുന്നത്. നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഒരു സുഹൃത്താണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്ന ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നിട്ടുണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സബ്സ്ക്രിപ്ഷനും നിങ്ങളുടെ കമൻറ്റുകളുമാണ് നമ്മളെ മുന്നോട്ട് നയിക്കുന്ന ഏറ്റവും വലിയ ഇന്ധനം. സോ നമ്മൾ ഒരുപാട് എക്സൈറ്റിംഗ് ആയിട്ടുള്ള കണ്ടൻറ്റുകൾ പ്ലാൻ ചെയ്യുന്നുണ്ട് ഈ ഒരു വരുന്ന ദിവസങ്ങളിലായിട്ട്. അതൊക്കെ നിങ്ങൾക്ക് കിട്ടാൻ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഒരു കാര്യം, അതായത് നിങ്ങൾക്ക് എന്താണ് ഈ വാഹനത്തിനെ കുറിച്ച് പറയാനുള്ളത്, അല്ലെങ്കിൽ വീഡിയോനെ കുറിച്ച് പറയാനുള്ളത്, അല്ലെങ്കിൽ നമ്മുടെ പ്രസൻറ്റേഷനെ കുറിച്ച് പറയാനുള്ളതെന്നുണ്ടെങ്കിൽ അത് താഴെ കമൻ്റായിട്ടൊന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ നമുക്കൊരു എനർജി പമ്പായിട്ട് കിട്ടും എന്നുള്ളതാണ്. സോ അത് രണ്ടും നിങ്ങൾ ചെയ്യുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് ഏറ്റവും പുതിയ ടാറ്റ ടിയാഗോനെ വിശദമായിട്ട് പരിചയപ്പെടാം. മാറ്റങ്ങളെക്കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് എഞ്ചിൻ്റെ കാര്യത്തിൽ കാര്യമായിട്ടുള്ള മാറ്റങ്ങളൊന്നും പറയാനില്ല. 1.2 ലിറ്റർ പെട്രോൾ എഞ്ചിൻ തന്നെയാണ്. CNGക്കകത്തുണ്ട്, EVക്കകത്തും ഇത് അവൈലബിൾ ആണ് എന്നുള്ളത്. എന്നാൽ എക്സ്റ്റീരിയറിൻ്റെ കാര്യത്തിൽ ഒരുപാട് മാറ്റങ്ങൾ നമുക്ക് പറയാനുണ്ട്. അത് ഇൻറ്റീരിയറിലേക്ക് വരുമ്പോഴും അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ ഫ്രണ്ടിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഈ ബോണറ്റ് ഭാഗമുണ്ടല്ലോ, ഹുഡ്, ഈ എലമെൻറ്റ് മൊത്തം പുതിയതായിട്ടാണ് ക്രമീകരിച്ചിട്ടുള്ളത്. അതുപോലെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഈ ഒരു ബമ്പർ എലമെൻ്റ് ഉണ്ടല്ലോ, ഇത് ആക്ച്വലി 2 പാറ്റേൺ ആയിട്ട് കൊടുത്തേക്കുന്നു. അതും ഒരു പുതിയ എലമെൻ്റാണ്. പുതിയ ഫെൻഡർ ഭാഗമാണ് സൈഡിലേക്കും കൊണ്ടുവന്നിട്ടുള്ളത് എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ നോക്കുന്ന സമയത്ത് ആ ബോഡി ഏരിയ മൊത്തം പുതിയതായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇവിടേക്ക് നേരത്തെ നമുക്കൊരു ഗ്രിൽ പാറ്റേൺ ഒക്കെ ഉണ്ടായിരുന്നു. ആ ഒരു പാറ്റേൺ ഒക്കെ ഇപ്പോൾ ഒരു ചേഞ്ച് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഹെഡ് ലാമ്പ് ചെറുതാക്കി, ഒപ്പം തന്നെ ഒരു ഐബ്രോ ഡിസൈൻ DRL ഒക്കെ കൊടുത്ത് അതിനെ കുറച്ചും കൂടി ഭംഗിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ശരിക്കും ഈ ഒരു എലമെൻറ്റ് മൊത്തം ഇങ്ങനെ കണക്ട് ചെയ്ത് നിൽക്കുന്ന പോലെയാണ് തോന്നുന്നത് എന്നുള്ളതാണ്. ഒരു പുതിയ 360 ഡിഗ്രി ക്യാമറ വ്യൂ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ക്യാമറ യൂണിറ്റും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാം. ഇനി ബമ്പറിലേക്ക് വന്നു കഴിഞ്ഞാൽ ബമ്പറിനെയും മൊത്തം റീഡിസൈൻ ചെയ്തിട്ടുണ്ട്. നേരത്തെ ഇവിടെ നമുക്ക് കുറേ സിൽവർ എലമെൻറ്റുകളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഒഴിവാക്കി ഒരു ബ്ലാക്ക് പാറ്റേൺ പ്ലാസ്റ്റിക്കിനകത്ത് കൊടുത്തു. ദാറ്റ് ഈസ് വെരി നൈസ്. അതുപോലെ തന്നെ ഈ ഒരു ഡിസൈനും മൊത്തത്തിൽ ചേഞ്ച് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഇനി ഇങ്ങോട്ട് വരാം. ഇവിടെ ഫോഗ് ലാമ്പിൻ്റെ ഏരിയ നേരത്തെ എങ്ങനെയായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോക്കിയാൽ ഇങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്. കണ്ടാ, ഒരു ഹാലജൻ പോലത്തെ ലാമ്പും അതുപോലെ തന്നെ ഇവിടെ നമുക്കൊരു C ഷേപ്പ്ഡ് എലമെൻറ്റും ഒക്കെ കൊടുത്തിട്ടുള്ള ഒരു ഭാഗമായിരുന്നു. അതിനെ മൊത്തം ഇപ്പോൾ റീപ്ലേസ് ചെയ്തു. ഇവിടെ ഫോഗ് ലാമ്പ് ഉണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ഡിസൈൻ പാറ്റേൺ ഡിഫറെൻ്റ് ആണ് എന്നുള്ളത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു ഗ്രിൽ പാറ്റേൺ ഉണ്ടോ, അതിൻ്റെ ഡിസൈനും മൊത്തത്തിൽ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. നേരത്തെ ഇവിടെ നമുക്കൊരു ഗ്രില്ല് ഉണ്ടായിരുന്നു. ആ ഗ്രില്ലിനെ മൊത്തത്തിൽ ഇവരിപ്പോൾ എന്ത് ചെയ്തു, പിയാനോ ബ്ലാക്ക് എലമെൻ്റ് ആക്കി ക്രമീകരിച്ചു എന്നുള്ളതാണ്. സോ അങ്ങനെ നോക്കുന്ന സമയത്ത് ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ചേഞ്ചാണ് ഫ്രണ്ടിൽ കൊണ്ടുവന്നിരിക്കുന്നത്. ഈവൻ ഈ ഒരു ഭാഗവും നല്ല രീതിയിൽ മാറിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇതാണ് ശരിക്കും പഴയ ടിയാഗോൻ്റെ സൈഡ് പ്രൊഫൈൽ. ഒരു പ്ലെയിൻ ആയിട്ടുള്ള ഒരു സൈഡ് പ്രൊഫൈലാണ് ആക്ച്വലി നമുക്ക് ഇതിനകത്തുള്ളത്. അതുപോലെ വീലിൻ്റെ പാറ്റേൺ ഉണ്ടോ, ഇങ്ങനെയാണ് ക്രമീകരിച്ചിട്ടുള്ളത്. 5 സ്പോക്കുകൾ ഇങ്ങനെ ഡിഫറെൻ്റ് ആയിട്ട് നിൽക്കുന്ന തരത്തിൽ. എന്നാൽ പുതിയ ടിയാഗോയിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾക്ക് നല്ല രീതിയിൽ ആ ഒരു ഡിഫറൻസ് ഫീൽ ചെയ്യും. ഒന്നാമത് വീൽ ആർക്കുകൾ, അത് പ്ലാസ്റ്റിക് ക്ലാഡിങ് കൊടുത്തിട്ടുണ്ട്. അത് റീസൈക്കിൾഡ് പ്ലാസ്റ്റിക് ക്ലാഡിങ് ആണ് വന്നിരിക്കുന്നത്. അത് കാണാൻ നല്ല ഭംഗിയുണ്ട്, വെരി ഇൻട്രസ്റ്റിംഗ്. അതുപോലെ തന്നെ വീലിൻ്റെ ഡിസൈൻ നോക്കിയാൽ 15 ഇഞ്ച് വീലുകളാണ്. അലോയ് പാറ്റേൺ പുതിയതാണ് എന്നുള്ളതാണ്. ഞാൻ നേരത്തെ പറഞ്ഞു ഫെൻഡർ പുതിയ ഭാഗം വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് പിയാനോ ബ്ലാക്ക് സൈഡ് വ്യൂ മിറർ കാണാം. അതിനകത്ത് ഇൻഡിക്കേറ്ററും 360 ഡിഗ്രി ക്യാമറ വ്യൂവിൻ്റെ ഭാഗവും കാണാം. പിന്നെ ഇവിടെ നോക്കൂ, ഡിസൈൻഡ് ഇൻ ഇന്ത്യ എന്ന് പറയുന്ന ഒരു സാധനം കൊടുത്തിട്ടുണ്ട്. സാധാരണഗതിയിൽ മേക്ക് ഇൻ ഇന്ത്യ എന്നൊക്കെ പറയാറുണ്ട്. അതേപോലെ പുതിയൊരു സാധനം ഡിസൈൻഡ് ഇൻ ഇന്ത്യ, ഇന്ത്യയിൽ തന്നെയാണ് ഇത് ഡിസൈൻ ചെയ്തേക്കുന്നത് എന്നുള്ളത്. അതിനി വേറെ ആർക്കെങ്കിലും ഇട്ടുള്ളൊരു പണിയാണോ എന്ന് എനിക്കറിയില്ല. വേറെ എല്ലാവരും പലയിടത്തും വെച്ചെടുക്കണം ഡിസൈൻ ചെയ്യണമെന്നൊക്കെ പറഞ്ഞപ്പോൾ ടാറ്റൊരു പക്ഷേ ഞങ്ങൾ ഇന്ത്യയിൽ തന്നെ വെച്ചാണ് ഡിസൈൻ ചെയ്തേക്കണത് എന്ന് ഹൈലൈറ്റ് ചെയ്യണമെന്ന് എനിക്ക് തോന്നുന്നു. ഇനി ഡോർ ഹാൻഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്കൊരു ക്രോം എലമെൻറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഈ ഒരു B പില്ലറിൻ്റെ ഭാഗം ബ്ലാക്ക്ഡ് ഔട്ട് ആയിട്ടാണ് കൊടുത്തേക്കണേ. ഇതൊരു സ്റ്റിക്കർ വർക്ക് പോലെയാണ് എനിക്ക് തോന്നിയത്. യെസ്, അത് പ്രൊഡക്ഷൻ മോഡലിലേക്ക് വരുന്ന സമയത്ത് പെയിൻ്റ് ആക്കും. അതുപോലെ തന്നെ റൂഫ് ടോപ്പും ബ്ലാക്ക് തീമിലാണ് കൊടുത്തേക്കുന്നത് എന്നുള്ളതാണ്. ഇനി വേറൊരു ഇൻട്രസ്റ്റിംഗ് ഹൈലൈറ്റ് എനിക്ക് തോന്നിയെന്ന് വെച്ചാൽ ഇങ്ങോട്ട് വരുന്ന സമയത്തില്ലേ, ആക്ച്വലി ഈ ഡോർ തുറന്ന് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടം വരെ ഇതുള്ളൂ.
ഡോറുള്ളൂ. പക്ഷേ ഇവിടെ ഒരു സ്റ്റിക്കർ വർക്ക് കൊടുത്തിട്ട് നോക്കിയാൽ കണ്ടാ, ഈ ഒരു സ്റ്റിക്കർ വർക്ക് ആക്ച്വലി ഇത് ഇങ്ങോട്ട് ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് നിൽക്കുന്ന രൂപത്തിൽ കുറച്ചും കൂടി ഒരു വൈഡർ ലുക്ക് കൊടുക്കുന്ന തരത്തിലാണ് അതിനെ പ്ലേസ് ചെയ്തിരിക്കുന്നത്. ദാറ്റ് ഈസ് വെരി ഇൻട്രസ്റ്റിംഗ്. അതുപോലെ ഇത് നമ്മൾ റീസൈക്കിൾഡ് മെറ്റീരിയലാണ് എന്ന് ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ സൈഡ് പ്രൊഫൈലിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ ഏറെക്കുറെ നേരത്തെ ഉണ്ടായിരുന്നതിനോട് തത്തുല്യമായിട്ട് തന്നെയാണ് നിലനിൽക്കുന്നത്. വലിയ ചേഞ്ച് അത് ഇപ്പോൾ ലെങ്ത്തിൻ്റെ കാര്യത്തിലോ വെയ്റ്റിൻ്റെ കാര്യത്തിലോ ഒന്നും അങ്ങനെ കാര്യമായിട്ടുള്ള മാറ്റങ്ങൾ വരുത്തിയിട്ടില്ല. സോ അതിനെക്കുറിച്ച് പറയേണ്ട ആവശ്യമില്ല. ഇനി നമ്മൾ ബൂട്ട് സ്പേസിലേക്ക് വരുന്ന സമയത്ത് ഏറെക്കുറെ 300 ലിറ്ററിനടുത്ത് ഏകദേശം 290 ലിറ്ററോളമാണ് ഇതിൻ്റെ ബൂട്ട് കപ്പാസിറ്റി വരുന്നത്. ഇങ്ങനത്തെ ഒരു 2 ബാഗും സൈഡിലൊരു ബാഗും അങ്ങനെ 3 ബാഗും കൊള്ളും. എന്തായാലും ഒരു 4 ബാഗിൻ്റെ അടുത്ത് നിസ്സംശയം കൊള്ളും. ടാറ്റ പാർട്സ് നമ്പറാണ് തോന്നുന്നല്ലേ, പാർസൽ ട്രേ ടാറ്റയുടെ സ്വന്തമാണെന്ന് അവരോട് എഴുതി വെച്ചിട്ട് ഇതിങ്ങനെ നിൽക്കുന്നുണ്ടല്ലേ, നൈസ്. അത് ആക്ച്വലി ഇവിടെ സൈഡിൽ ഇങ്ങനെ ടൈറ്റായിട്ട് നിൽക്കുകയാണ്, ഇങ്ങനെ വെക്കാൻ വേണമെങ്കിൽ. ഓക്കെ, അവിടെ ഹുക്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ് ടു 3 kg. ലാമ്പ് കൊടുത്തതായിട്ട് കണ്ടില്ല, ലാമ്പില്ല. യെസ്, നിങ്ങളുടെ മനസ്സിലേക്ക് ആദ്യം ഇത് കണ്ടപ്പോൾ ആദ്യം നിങ്ങളെ കണ്ണ് എവിടെയാണ് ഉടക്കിയത് എന്നുള്ളത് നിങ്ങൾ നോക്കിയോ? എൻ്റെ കണ്ണുടക്കിയത് ശരിക്കും ഈ ഒരു പരസ്പരം കണക്റ്റിംഗ് ആയിട്ടുള്ള ടെയിൽ ലാമ്പ് യൂണിറ്റിനകത്ത്. പക്ഷേ ആക്ച്വലി ഇതൊരു കണക്റ്റിംഗ് ലാമ്പല്ല, ടെയിൽ ലാമ്പ് കണക്റ്റഡ് ആണ്, ഇതിനകത്ത് ലാമ്പില്ല. ടെയിൽ ലാമ്പിലേക്ക് വരുന്ന സമയത്ത് ഇവിടെ നമുക്ക് 3 ലൈൻസ് കാണാം. ഈ 3 ലൈൻസ് ഇതാ 1, 2, 3 ഇത് സ്റ്റോപ്പ് ലാമ്പിൻ്റെയും ഈ 1, 2, 3 ഇൻഡിക്കേറ്ററിൻ്റെയും ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അതുപോലെ ഇതൊരു കണക്റ്റിംഗ് എലമെൻ്റ് ആണ്, പക്ഷേ ലൈറ്റ് കത്തൂല. ടിയാഗോ എന്ന് പറയുന്ന പുതിയ ലെറ്ററിങ്, അതായത് പുതിയ ഫോണ്ടാണ് കൊടുത്തേക്കുന്നത്. നേരത്തെ നമുക്ക് ഇവിടെയായിരുന്നു ക്യാമറ യൂണിറ്റ് ഉണ്ടായിരുന്നത്, അപ്പോൾ ഇങ്ങോട്ട് മാറ്റിയിട്ടുണ്ട്. സാധാരണ നമ്മൾ കാണുന്ന ആ ഒരു തരത്തിൽ തന്നെയാണ് വന്നിട്ടുള്ളത്. ഈ ബാക്ക് പ്രൊഫൈൽ മൊത്തം റീഡിസൈൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ ബമ്പറിൻ്റെ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു ബ്ലാക്ക് എലമെൻറ്റ്, അതിനകത്ത് നമുക്കൊരു റിവേഴ്സ് ലാമ്പ് യൂണിറ്റ്, അതുപോലെ തന്നെ ഈ ഒരു സ്റ്റോപ്പ് ലാമ്പൊക്കെ നോക്കിയാൽ ഇതൊന്നും നേരത്തെ ഇല്ലാത്ത സാധനങ്ങളാണ്, അതൊക്കെ പുതിയതായിട്ട് ഇതിനകത്ത് കൊണ്ടുവന്നിരിക്കുന്നു. ദാറ്റ് ഈസ് വെരി നൈസ്. ടാറ്റൻ്റെ ലോഗോ സാധാരണ ടാറ്റ ലോഗോ തന്നെയാണ്. അതുപോലെ വൈപ്പർ കൊടുത്തിട്ടുണ്ട്, ഡീഫോഗർ ലൈൻസ് കൊടുത്തിട്ടുണ്ട്, ഷാർപ്പിൻ ആൻറ്റിന, സ്റ്റോപ്പ് ലാമ്പ്, ഇൻറ്റഗ്രേറ്റഡ് സ്പോയിലർ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഇവിടെ കാണാൻ പറ്റും. രസമുണ്ടല്ലേ, ഒരു കുറച്ചും കൂടി ഒരു പ്രീമിയം ബാക്ക് പ്രൊഫൈൽ എന്നുള്ള രൂപത്തിൽ ആക്ച്വലി ഇത് ഹൈലൈറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ഇങ്ങനെ നിന്ന് നോക്കുന്ന സമയത്ത് നല്ല രസമുള്ള ഒരു അട്രാക്റ്റീവ് ഫീൽ ശരിക്കും ഇതിന് കിട്ടുന്നുണ്ട് എന്ന് തന്നെ പറയണം. കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് നമ്മൾ പരിചയപ്പെടുത്തുന്ന ഒരു പ്രോഡക്റ്റാണ് ഇൻവോൾവ് എന്ന് പറയുന്ന കമ്പനിയുടെ ഇൻവോൾവ് 1, ഇൻവോൾവ് എന്നൊക്കെ പറയുന്ന എയർ ഫ്രാഗ്രൻറ്റ്. 2 ടൈപ്പ് ഉണ്ട്, കുറച്ച് വലുതുണ്ട് ചെറുതുണ്ട്. അത് കാറിനകത്തൊരു പ്രീമിയം അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യാൻ നമ്മളെ സഹായിക്കുന്ന ഒരു എയർ ഫ്രാഗ്രൻ്റ് ആണ് ഇൻവോൾവ് 1. അതിൻ്റെ വ്യത്യസ്തമായിട്ടുള്ള സ്മെല്ലുകൾ കഴിഞ്ഞ 2-3 വർഷക്കാലയളവായിട്ട് നമ്മൾ പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് ആൾക്കാർ വാങ്ങിയിട്ടുണ്ട്, വളരെ നല്ല അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സാധനം നമുക്ക് അവരുടെ വെബ്സൈറ്റ് വഴി വാങ്ങാം. അപ്പോൾ നമുക്കൊരു 10% ഡിസ്കൗണ്ട് കിട്ടും. അതിൻ്റെ ഒരു കൂപ്പൺ കോഡ് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനകത്ത് കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ ലിങ്കും കൊടുത്തിട്ടുണ്ട്. അല്ലാതെ നിങ്ങൾക്ക് ആമസോൺ വഴിയും ബ്ലിങ്കിറ്റ് വഴിയും വാങ്ങാം. UAE-യിലുള്ള ആളുകൾക്കും ആമസോൺ വഴി ഇത് വാങ്ങാൻ പറ്റും എന്നുള്ളൊരു ഇൻഫർമേഷൻ നിങ്ങളുമായിട്ട് പാസ് ചെയ്യാനാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇവരുടെ വെറൈറ്റി ഫ്രാഗ്രൻറ്റുകളുണ്ട്. മസ്കാണ് ഇവരുടെ ഫാസ്റ്റ് മൂവിങ്. ലെമനേഡ് ഷെയ്ഡ് ഇഷ്ടപ്പെടുന്നവർക്ക്, അക്വ ഷെയ്ഡ് ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ പലതരത്തിലുള്ള സാധനങ്ങളും അവൈലബിൾ ആണ്. ഇവരുടെ പെർഫ്യൂം ബേസ്ഡ് എയർ ഫ്രാഗ്രൻറ്റും ഉണ്ട്, മറ്റേ അങ്ങനെ സ്പ്രേ ചെയ്ത് വെക്കുന്ന തരത്തിലുള്ള സാധനം. സോ അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഉപയോഗിച്ച് നോക്കാം. ലിങ്ക് ഡിസ്ക്രിപ്ഷനകത്തുണ്ട്, ഉപയോഗിച്ച് നോക്കുക. വാങ്ങിയവരെല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. വളരെ കുറഞ്ഞ ആൾക്കാർക്ക് മാത്രമാണ് ഇത് പറ്റാതിരുന്നുള്ളത്. മൈഗ്രെയിൻ ഉള്ള ആളുകൾക്ക് പോലും ഇത് ഓക്കെയാണ്. അതുപോലെ തന്നെ കുറേ ആൾക്കാർക്ക് ഇതിനകത്ത് സ്മെല്ല് ഓവർ വന്നിട്ട് വൊമിറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട് എന്നൊക്കെ പറഞ്ഞു. അവർക്ക് പോലും ഇതിൻ്റെ മൈൽഡ് സ്മെല്ല് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്രൊഡക്റ്റ് കൂടിയാണ്. അപ്പോൾ ഡിസ്ക്രിപ്ഷനകത്ത് ലിങ്കും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്, ഒന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കുക. നല്ല വ്യൂ അല്ലേ, ഒരു ഫ്ലൈറ്റ് എങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. നമ്മൾ ബാംഗ്ലൂർ എയർപോർട്ടിൻ്റെ ബാക്കിലാണുള്ളത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇനി ഇൻറ്റീരിയർ കാണിച്ചു തരാം ഞാൻ കേട്ടോ. മാറ്റങ്ങൾ എന്തൊക്കെയുണ്ട് നോക്കണ്ടേ. ഇനി നമ്മൾ എന്ത് ചെയ്യാണ്, ഇൻറ്റീരിയറിലേക്ക് പോവുകയാണ്. ഇൻറ്റീരിയർ ഇവിടെ നിന്ന് നോക്കിക്കാണുന്ന സമയത്ത് ഭയങ്കര പ്രീമിയം ഒരു ഇൻറ്റീരിയർ ഫീൽ ആക്ച്വലി നമുക്ക് കിട്ടുന്നുണ്ട് എന്ന് പറയേണ്ടി വരും അല്ലേ. ഒരു ഗ്രേ ബ്രൗൺ ഒക്കെ തീം പോലെ, അല്ലെങ്കിൽ ഒരു ബ്ലാക്ക് ആൻഡ് ഗ്രേ തീം, ഭയങ്കര പ്രീമിയം ആയിട്ടുള്ള ഒരു തീം. ഈവൻ ഡാഷ്ബോർഡ് നോക്കുകയാണെങ്കിലും അതിനകത്ത് കൊടുത്തിരിക്കുന്ന എലമെൻറ്റുകളൊക്കെ ഭയങ്കര പ്രീമിയം എന്നുള്ളൊരു ഫീൽ നമുക്ക് കിട്ടുന്നുണ്ട്. ആക്ച്വലി അതിനകത്ത് കാണുന്ന പല എലമെൻറ്റുകളും നമ്മൾ സിയറയിൽ കണ്ട പോലെയുള്ള ഒരു ഫീലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് അതിനൊന്ന് കീറി മുറിച്ച് പരിശോധിച്ച് നോക്കിയാലോ. സോ അതും ഡോർ സൈഡിലേക്ക് വരാം അല്ലേ. ഡോർ സൈഡിലേക്ക് വരുന്ന സമയത്ത് ഈ കാണുന്ന മെറ്റീരിയൽ ഇതൊരു ഫാബ്രിക് മെറ്റീരിയലാണ്. അത് വളരെ നൈസ് പ്ലേസ്മെൻ്റ് ആയിട്ട് എനിക്ക് തോന്നി. ഇവിടെ ഒരു പിയാനോ ബ്ലാക്ക് കാണാം. ഈ എലമെൻറ്റ് മൊത്തം ശരിക്കും ആക്ച്വലി നമ്മൾ ടാറ്റ സിയറയിലൊക്കെ കണ്ട പോലെയാണ്. പക്ഷെ അത് കുറച്ചും കൂടി സോളിഡ് ആയ പോലെ എനിക്ക് തോന്നി. നേരത്തെ അതിനെന്തോ ഇളകുന്ന പോലത്തെ ഒരു ഫീല് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. നോൺ ബ്രാൻഡഡ് മ്യൂസിക് സിസ്റ്റമാണ്, ബട്ട് സ്റ്റിൽ നല്ല സൗണ്ടാണ് ഇതിനകത്ത് ഉണ്ടായിരുന്നതാണ്. പിന്നെ ഇവിടെ നമുക്കൊരു
കുഞ്ഞിരാമനെ കാണാം. അതായത് നമ്മൾ അണ്ണാനിരുന്ന് ജ്യൂസ് കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് ഇവിടെ നമുക്ക് ജ്യൂസിൻ്റെ വാട്ടർ ബോട്ടിൽ സാധനങ്ങൾ വെക്കാം എന്നുള്ളതിൻ്റെ ഒരു ഐഡൻറ്റിക്കേഷൻ ആയിട്ട് അല്ലെങ്കിൽ ഒരു ഈസ്റ്റർ എഗ് ആയിട്ടാണ് അത് കൊടുത്തേക്കണത് എന്നുള്ളതാണ്. ഇനി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ സീറ്റിനെ കുറിച്ചും കൂടി പറയാമെന്ന് വിചാരിച്ചു. സീറ്റിൻ്റെ കാര്യത്തിൽ നല്ല ചേഞ്ചാണ് സീറ്റ് ഇതിൽ വന്നിട്ടുള്ളത്. അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ കൊടുത്തിട്ടില്ല. പക്ഷേ നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള കുഷ്യനുള്ള ഒരു സീറ്റ്. ഒരു ഫാബ്രിക് മെറ്റീരിയലിനകത്ത് നല്ല രസമുണ്ട്. അതേ ഫാബ്രിക് മെറ്റീരിയൽ നമുക്ക് ആംബ്രസ്റ്റിനകത്തും കാണാം. നേരത്തെ നമുക്ക് ആംബ്രസ്റ്റ് ഉണ്ടായിരുന്നില്ല വാഹനത്തിനകത്ത്. ഇപ്പോൾ നമ്മളൊരു ആംബ്രസ്റ്റൊക്കെ ആഡ് ചെയ്ത് കൊടുത്ത് ഒന്നുകൂടി പ്രീവ്യൂ ആക്കിയിട്ടുണ്ട്. അതേപോലെ തന്നെ അഡ്ജസ്റ്റ്മെൻറ്റ്സും കാര്യങ്ങളും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈവൻ ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റും പുതിയ ടിയാഗോക്ക് അകത്ത് വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അത് നല്ലൊരു ചേഞ്ചായിട്ട് എനിക്ക് തോന്നി. ഇനി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റിയറിംഗ് വീല് നേരത്തെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്ന ഇലുമിനേറ്റഡ് സ്റ്റിയറിംഗ് വീലല്ല ഇപ്രാവശ്യം കൊടുത്തേക്കണേ. പകരം ഒരു പുതിയ നല്ല നീറ്റായിട്ടുള്ള ഒരു സ്റ്റിയറിംഗ് വീലിന് ആഡ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് സ്റ്റിയറിംഗ് മൗണ്ടഡ് കൺട്രോൾസും കാര്യങ്ങളൊക്കെ കാണാം. ഇതാണ് ഹോഡ് വരുന്നത്. സോ ഒരു വെറൈറ്റി സ്റ്റിയറിംഗ് വീൽ. എനിക്ക് തോന്നുന്നു ഇവിടെ സ്ക്രാച്ച് വീഴാൻ സാധ്യത ഉള്ളതുകൊണ്ടോ ഒക്കെ ആയിരിക്കാം ഇവരിതിനെ മാറ്റിയത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്നതാണ്. പിന്നെ ഈ ഒരു AC വെൻറ്റിൻ്റെ പ്ലേസ്മെൻറ്റ്, ആക്ച്വലി ഈ പ്ലേസ്മെൻറ്റ് രസമുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ഇത് AC ഇങ്ങോട്ട് കുറച്ച് ചെരിഞ്ഞിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഡ്രൈവറുടെ ഭാഗത്തേക്ക് കുറച്ചുകൂടി AC വരും. അതേപോലെ തൊട്ടപ്പുറത്തെ സൈഡിലെ AC ഇങ്ങോട്ടാണ് തിരിഞ്ഞ് നിൽക്കുന്നത്. അപ്പോൾ കുറച്ചുകൂടി ക്യാബിൻ ഓറിയൻറ്റഡ് ആയിട്ട് എയർ സർക്കുലേഷൻ ക്രിയേറ്റ് ചെയ്യാൻ ഈ പൊസിഷൻ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യും. ബട്ട് നമ്മൾ ഇതിനകത്തേക്ക് കയറുന്ന സമയത്ത് ഇതിപ്പോൾ കാലിടിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പ്രത്യേകിച്ച് അപ്പുറത്തെ സൈഡിൽ. ഇപ്പുറത്തെ സൈഡാണെങ്കിലും അപ്പുറത്തെ സൈഡാണെങ്കിലും സാധ്യതയുണ്ട് കാലിതിപ്പോൾ തട്ടാൻ. കാരണം ഇതിങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്നത് എനിക്ക് അത്ര ഒരു കൺവീനിയൻ്റ് ആയിട്ട് ഫീൽ ചെയ്തില്ല എന്നുള്ളതാണ്. ഇതിന് താഴെയായിട്ടാണ് എൻജിൻ സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടനെ കൊടുത്തേക്കുന്നത്. അതുപോലെ ഈ ഒരു പൊസിഷൻ നല്ല രീതിയിൽ മാറ്റിയിട്ടുണ്ട്. കൈയെത്തുന്ന തരത്തിൽ തന്നെ കൊണ്ടുവന്നു. അതും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു കാര്യം. ഇനി നമ്മളെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിലേക്ക് വരാം. ഇപ്രാവശ്യത്തെ ടിയാഗോ ലോഞ്ചിലെ ഹൈലൈറ്റുകളിലൊന്നായിരുന്നു ഈ ഒരു സ്റ്റാൻഡ് ഫ്രീ ആയിട്ട് നിൽക്കുന്ന നമ്മുടെ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം പോലെ തന്നെ ുള്ള ഒരു ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ. ഇതിനകത്ത് ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ഉണ്ട്. അതായത് ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം ഇല്ലാത്ത വേരിയൻറ്റിനകത്ത് ഇതിനകത്ത് നമുക്ക് എന്ത് ചെയ്യാം, ബ്ലൂടൂത്ത് കണക്ട് ചെയ്തിട്ട് നമ്മൾ കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. നല്ല റീഡബിൾ ആണ്. അതിൻ്റെ കളർ ടോണും കാര്യങ്ങളൊക്കെ നല്ല ഭംഗിയുണ്ട്. ഫ്യൂവലിൻ്റെയും അതുപോലെ തന്നെ RPM ഒക്കെ നോക്കിയാൽ യെസ് കട്ട കയറുന്നുണ്ട് അവിടെ. ചുവപ്പായി 4000 മുതൽ റെഡ് ലൈൻ തോന്നുന്നു. യെസ്, അപ്പോൾ അതൊക്കെ നല്ല ഒരു ഭംഗിയുള്ള തരത്തിൽ ക്രമീകരിക്കപ്പെട്ടു. എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമായി. ഇനി ഈ ഒരു ഭാഗത്തെ മെറ്റീരിയൽ ഇതും കൂടി ഇമ്പ്രൂവ് ചെയ്ത് അടിപൊളിയായിരുന്നു എന്നൊരു ഒപ്പീനിയൻ എനിക്കുണ്ട്. കാരണം ഇതിങ്ങനെ തൊപ്പ പൊന്തി നിൽക്കുന്ന പോലെ തോന്നുന്നുണ്ട്. എനിവേ സൺറൂഫോ കാര്യങ്ങളോ ഒന്നും തന്നെ കൊടുത്തിട്ടില്ല. ഇവിടെ നമുക്ക് പിടിക്കാനുള്ളൊരു ഫെസിലിറ്റിയും കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഡോർ ഹാൻഡിൽ, റീഡിംഗ് ലാമ്പ്, മാനുവൽ അഡ്ജസ്റ്റ്മെൻ്റ് ആണ്, ഡേ ടൈം മിറർ കാര്യങ്ങളൊക്കെ. ഇവിടെ നമുക്ക് മിററില്ല, ലാമ്പും ഇല്ല. ഇവിടെ മിറർ കൊടുത്തിട്ടുണ്ട്, ലാമ്പില്ല. നേരത്തെ ഉണ്ടായിരുന്ന ടിയാഗോൻ്റെ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റത്തിൻ്റെ AC വെൻറ്റിൻ്റെയും ഒക്കെ ഒരു പ്ലേസ്മെൻ്റ് ഉണ്ടോ, ഇതൊറ്റ യൂണിറ്റ് പോലെ നമുക്ക് ഫീൽ ചെയ്യുന്ന തരത്തിലായിരുന്നു കൊടുത്തിരുന്നത്. അതേപോലെ തന്നെ AC-ൻ്റെ ക്ലൈമറ്റ് കൺട്രോളിൻ്റെ ഈ ഒരു ഭാഗം നോക്കിയാൽ ഇതൊക്കെ ഒരു വേറെ പാറ്റേൺ ആണ്. അത് പുതിയ ടിയാഗോയിലേക്ക് വന്ന സമയത്ത് കാര്യമായിട്ട് മാറിയിട്ടുണ്ട് എന്നുള്ളത്. കാരണം ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം ഇതാ ഇങ്ങോട്ട് മുകളിലേക്ക് മാറി. അതിനിടയിലൂടെ നമുക്ക് ഈ ഒരു ഫാബ്രിക് എലമെൻറ്റ് പാസ് ചെയ്തു പോകുന്നു. ഈ ഫാബ്രിക് എലമെൻറ്റില്ല ഈ ഡാഷ്ബോർഡിനകത്തുള്ള ഇത് ബേസ് വേരിയൻറ്റിനകത്തുണ്ട് കേട്ടോ. അതിൻ്റെ താഴെയാണ് AC വെൻറ്റ്. ഈവൻ AC വെൻറ്റിൻ്റെ പാറ്റേൺ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇവിടെയാണ് ഈ ബട്ടൺ വരുന്നത്. അതിനിടയിലൂടെ ഒരു പ്ലാസ്റ്റിക് എലമെൻറ്റ് കടന്നു പോകുന്നുണ്ട്. ഇനി ഈ ഒരു ടെമ്പറേച്ചർ കൺട്രോളിൻ്റെ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇത് എൻറ്റയർലി ഒരു പുതിയ എലമെൻറ്റാണ്. താഴ്ഭാഗത്ത് പിയാനോ ബ്ലാക്കും മുകളിലൊരു സോഫ്റ്റ് മെറ്റീരിയലും കൊടുത്തിട്ടുള്ള ഒരു സാധനം. അതിനകത്ത് റോട്ടറി സ്വിച്ചസും കൺട്രോളും ടിയാഗോ ലെറ്ററിങ്ങും. ഇത് പുതിയ ഫോണ്ടാണ്. അങ്ങനെ ഈ ഒരു ഏരിയ മൊത്തത്തിൽ റീവർക്ക് ചെയ്തിട്ടുണ്ട് എന്ന് പറയേണ്ടി വരും. അത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്തിട്ടുണ്ട് എന്നും കൂടി നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ കൂടെ ചേർത്ത് പറയാം. ഇനി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ 2 മൊബൈൽ ഏരിയ കാണാം. അതിലൊന്ന് വയർലെസ് ചാർജിങ് യൂണിറ്റാണ്. ഇവിടെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വയർലെസ്ലി ചാർജ് ആവും. ഇത് ഫോൺ ജസ്റ്റ് വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഭാഗമാണ്. ഈ ഭാഗം ഒരു പിയാനോ ബ്ലാക്കിനകത്താണ് കൊടുത്തേക്കുന്നത്. ഇതിൻ്റെ EV-യിലേക്ക് വരുന്ന സമയത്ത് ഇത് മാറ്റമുണ്ട്. അത് ഞാൻ EV പറയുന്ന സമയത്ത് പറയാം. അപ്പോൾ ഇവിടെ നമുക്ക് ട്രാൻസ്മിഷൻ യൂണിറ്റ് കാണാം. ഇതിൻ്റെ പാറ്റേൺ ഒക്കെ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. താഴേക്ക് വന്നു കഴിഞ്ഞാൽ കപ്പ് ഹോൾഡേഴ്സ് കാണാം. കപ്പ് ഹോൾഡേഴ്സിനകത്തും അണ്ണാൻ കുഞ്ഞും വെള്ളം കുപ്പിയും പരിപാടികളും ഒക്കെ കൊടുത്തിട്ടുണ്ട്. യെസ്, ഇവിടെ നമുക്ക് ഹാൻഡ് ബ്രേക്കിൻ്റെ ഒരു ഭാഗം കാണാം. ഇത് ഞാൻ പറഞ്ഞല്ലോ ഹാൻഡ് റെസ്റ്റ്, അത് നൈസ്. അതിനകത്ത് സ്റ്റോറേജ് സ്പേസും 12 വോൾട്ടിൻ്റെ ചാർജിങ് സോക്കറ്റും ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ഗ്ലോ ബോക്സ് ഓപ്പൺ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെയും ഒരു അണ്ണാൻ കുഞ്ഞ് ഇരിക്കുന്നുണ്ട്. യെസ്, ഇതൊക്കെ ഈ ഒരു പാറ്റേണൊക്കെ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇത് ശരിക്കും ഇങ്ങനെ പുറത്തേക്ക് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്നതുകൊണ്ടൊരു ചെറിയ ബുദ്ധിമുട്ട് ആക്ച്വലി നമുക്ക് ഫീൽ ചെയ്യുന്ന എന്നുള്ളതാണ്. കാല് തട്ടാനുള്ള സാധ്യത കൂടുതലാണ്, 80%. പൊസിഷൻ നല്ലതാണ്. ഡ്രൈവ് പൊസിഷൻ, വിസിബിലിറ്റി കാര്യങ്ങളൊക്കെ നൈസാണ്. അതിൻ്റെ കാര്യത്തിലൊന്നും യാതൊരു ബുദ്ധിമുട്ടും ഹോണസ്റ്റ്ലി ഇല്ല. പിന്നെ എല്ലാം കൈവെക്കുന്ന ഭാഗത്തൊക്കെ ഈ ഒരു സോഫ്റ്റ് മെറ്റീരിയലൊക്കെ ആഡ് ചെയ്തുകൊണ്ട് തന്നെ കുറച്ചും കൂടി പ്രീമിയം ആയിട്ടും കംഫർട്ടബിൾ ആയിട്ടും ഇരിക്കാൻ പറ്റുന്ന തരത്തിലാണ് ഏറ്റവും പുതിയ ടിയാഗോയുടെ ഇൻറ്റീരിയർ ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. വേറൊരു തമാശ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ റിയലിസ്റ്റിക് ആയിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏറ്റവും ടോപ്പ് എൻഡിന് ഇതിൻ്റെ പ്രൈസ് എത്രയാണെന്ന് അറിയോ?
ഞാൻ പറഞ്ഞുതരാം ലാസ്റ്റ്. ബാക്കിലേക്ക് വരുന്ന സമയത്ത്, അതായത് സെക്കൻഡ് റോയിലേക്ക് വരുന്ന സമയത്ത് ഈ സീറ്റ് കുറച്ചുകൂടി ഫ്രണ്ടിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് കുറച്ചുകൂടി ലെഗ് റൂം ഉണ്ടായിരിക്കും. ഇതിപ്പോൾ ഏറ്റവും എൻഡിലാണ്, നമ്മൾ ഷൂട്ടിന് വേണ്ടി മുട്ടിച്ചിട്ടേക്കാണ്. എന്നാലും എനിക്ക് കംഫർട്ടബിൾ ഇരിക്കാം എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്തത്. തൈ സപ്പോർട്ട് കുറച്ച് കുറവുണ്ട്, ബട്ട് ഈ ഒരു വണ്ടിയിൽ ഇത് ഓക്കെയാണ്. ഇതിങ്ങനെ ഈ ഡിസൈനൊക്കെ അങ്ങനെ കൊടുത്തുകൊണ്ട് അതിനൊരു ഭംഗിയുണ്ട്. ഇവിടെ നമുക്കൊരു റിയർ AC വെൻറ്റ് കാണാം. 65 വോട്ടിൻ്റെ ചാർജിങ് പോർട്ട് ബാക്കിൽ കൊടുത്തിട്ടുണ്ട്. അത് ഫ്രണ്ടിലും നമുക്ക് അതേപോലെ തന്നെ 65 വോട്ടിനെ കാണാൻ പറ്റും എന്നുള്ളതാണ്. ഹെഡ് റെസ്റ്റ് കാര്യങ്ങളൊന്നും അഡ്ജസ്റ്റബിൾ അല്ല. സീറ്റിനകത്ത് ആംബ്രസ്റ്റോ കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല. നല്ല സ്പേഷ്യസ് ആണ്. നമുക്കൊരു 6 വിരൽ ഉണ്ടോ, 6 വിരലിൻ്റെ ഗ്യാപ്പ് റൂമും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു ഫാമിലിയിലേക്ക് വെച്ച് നോക്കുന്ന സമയത്ത് അവർക്ക് അത്യാവശ്യം കംഫർട്ടബിളായിട്ട് യാത്ര ചെയ്യാനുള്ള സൗകര്യം ഈ വാഹനത്തിനകത്തുണ്ട്. സോ സെക്കൻഡ് റോയും കംഫർട്ടബിൾ ആണ്. ഇനി നമ്മൾ എഞ്ചിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ശരിക്കും ഇത് 3 പവർ ട്രെയിൻ ഉണ്ടെന്ന് പറയേണ്ടി വരും. പെട്രോൾ ഉണ്ട്, EV ഉണ്ട്, CNG ഉണ്ട്. ഇതിപ്പോൾ നമ്മൾ കണ്ടുപിടിക്കുന്നത് പെട്രോളാണ്. ഒരു 1.2 ലിറ്റർ പെട്രോൾ എഞ്ചിൻ, 83 PS പവറും 113 Nm ടോർക്കും ഇത് ഉൽപ്പാദിപ്പിക്കും. ഇത് CNGയിലേക്ക് വരുന്ന സമയത്ത് 75.5 PS പവറും 96 Nm ടോർക്കുമാണ് ഉൽപ്പാദിപ്പിക്കുന്നത് എന്നുള്ളതാണ്. EVയിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ EVൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. ആ സമയത്ത് കുറച്ചുകൂടി വിശദമായിട്ട് സംസാരിക്കാം എന്നുള്ളതാണ്. എഞ്ചിൻ വൈബ്രേഷനൊക്കെ കണ്ടോ, അതൊക്കെ എങ്ങനെ ഉണ്ട് എന്നുള്ളതൊക്കെ നമുക്ക് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഡീറ്റെയിൽ ആയിട്ട് നോക്കാമെന്ന് നമ്മൾ വിചാരിക്കണം. ഇനി ഇതിൻ്റെ പ്രൈസ്, ബോണറ്റൊക്കെ ഭയങ്കര സ്ട്രോങ് ആണ്. ഇനി ഇതിൻ്റെ പ്രൈസിങ്ങിനെ കുറിച്ച് പറയാം. 4,69,000 ഇത് സ്റ്റാർട്ട് ചെയ്തത്. 7,90,000 രൂപയാണ് ഇതിൻ്റെ ടോപ്പ് എൻഡിന് വരുന്നത്. അതായത് CNG ആണ് ഏറ്റവും പ്രൈസ് കൂടിയത്. പക്ഷേ CNG ക്രിയേറ്റീവ് പ്ലസ് എന്ന് പറയുന്ന വേരിയൻറ്റിലില്ല, ക്രിയേറ്റീവിലുള്ളൂ. ആ ക്രിയേറ്റീവിനാണ് ഈ 7.99 ലാക്ക് വരുന്നത്. അതിനകത്ത് കുറേ മാറ്റങ്ങളുണ്ട്. ഉദാഹരണത്തിന് ഫോഗ് ലാമ്പ് ഉണ്ടാവില്ല, അതേപോലെ തന്നെ 360 ഡിഗ്രി ക്യാമറ ഉണ്ട്. അങ്ങനെ ചില എലമെൻറ്റുകളൊക്കെ മിസ്സിംഗ് ഉണ്ട് എന്നുള്ളതാണ്. ഇതിൻ്റെ ക്രിയേറ്റീവ് പ്ലസ് ടോപ്പ് വേരിയൻറ്റ് 7.6 ലാക്ക് റുപ്പീസാണ് എക്സ്ഷോറൂം പ്രൈസ് വരുന്നത്. സോ 10 ലക്ഷം രൂപയിൽ ആ ഒരു റേഞ്ചിലായിരിക്കും നമുക്കിത് ഓൺ റോഡ് കിട്ടുക എന്നുള്ളതാണ്. സോ ഇത് കണ്ട സമയത്ത് നിങ്ങൾക്ക് എങ്ങനെ തോന്നി, എന്ത് തോന്നി എന്നുള്ള കാര്യം നിങ്ങളൊന്ന് കമൻറ്റിൽ രേഖപ്പെടുത്താം. അപ്പോൾ നമുക്കിതൊന്ന് ഡ്രൈവ് ചെയ്തിട്ട് അത് ഡ്രൈവ് എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട് എന്നുള്ളത് കൂടി ഒന്ന് നോക്കാം. നമ്മളിപ്പോൾ ടാറ്റയുടെ ഏറ്റവും പുതിയ ടിയാഗോ ഡ്രൈവ് ചെയ്യാണ്, എക്സ്പീരിയൻസ് ചെയ്യാണ്. നമ്മൾ ഡ്രൈവ് ചെയ്യുന്നത് മാനുവൽ ട്രാൻസ്മിഷനാണ്. സോ ആദ്യം നമുക്ക് മാനുവൽ ഗിയറിൻ്റെ റേഷ്യോ ഒന്ന് പരിശോധിച്ച് നോക്കിയാലോ. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ചെയ്യുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിതിവിടെ നിർത്തുകയാണ്. യെസ്, ഇതൊരു ഞാൻ സ്റ്റാർട്ട് ചെയ്യട്ടോ. ഓക്കെ, ഫസ്റ്റ് ഗിയർ ഒരു 22 ആവുമ്പോൾ നമുക്കിങ്ങനെ വൈബ്രേഷനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. സെക്കൻഡ് ഗിയറിൽ നമുക്കൊരു ഒരു 51 വരെയൊക്കെ പോവാം. അപ്പോൾ തേർഡ് ഗിയർ ഒക്കെ 50 ഭയങ്കര സ്മൂത്താണ്, 60 സ്മൂത്താണ്. ഓ നൈസ്. 70 ഒരു കുഴപ്പമില്ല. 80, 85, 86 എത്തുമ്പോൾ ചെറിയൊരു വൈബ്രേഷൻ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ വേറൊരു കാര്യം കൂടി ചെയ്യാമെന്ന് വിചാരിച്ചു. സ്ലോയിൽ താഴേക്ക് എത്ര വരെ പോകുന്നുണ്ട് നോക്കാം. ഓക്കെ, തേർഡ് ഗിയർ ആട്ടോ അത്. 40, 30 നോക്കിയാൽ അടിപൊളിയായിട്ട് പോകുന്നുണ്ട്. നൈസ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ തേർഡ് ഗിയർ ഒരു ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ പോലെ വർക്ക് ചെയ്യുന്നുണ്ട്. ഇത് ആക്ച്വലി ഒരു 5 സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷനാണ്. സോ അത്യാവശ്യം നല്ല പവർ അപ്പ് ചെയ്ത് ഡ്രൈവ് ചെയ്യാൻ ഇത് ആക്ച്വലി നമ്മളെ സഹായിക്കും എന്നുള്ളതാണ്. ഇനി ഇതിൻ്റെ സസ്പെൻഷൻ്റെ കാര്യത്തിലോ ബോഡി വെയ്റ്റിൻ്റെ കാര്യത്തിലോ ഒന്നും കാര്യമായിട്ടുള്ള മാറ്റം ടാറ്റ കൊണ്ടുവന്നിട്ടില്ല. പക്ഷേ സീറ്റ് കുറച്ചുകൂടി കംഫർട്ടബിൾ ആയതുകൊണ്ട് നമുക്കൊരു ചെറിയ സസ്പെൻഷൻ ഫീൽ ഡിഫറൻസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. സോ എന്തായാലും ഒരു റെഗുലർലി നടക്കുന്ന ഒരു ട്യൂണിങ് ഡിഫറൻസ്, ഒരു ചെറിയ ട്യൂണിങ് ഡിഫറൻസ് വന്നിട്ടുണ്ടായിരിക്കും. ആ ഒരു ഡിഫറൻസും ഈ സീറ്റിൻ്റെ കംഫർട്ടൊക്കെ കൂടി ചേരുമ്പോൾ കുറച്ചും കൂടി കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു ഡ്രൈവ് ഫീൽ നമുക്ക് ഈ ഒരു വാഹനത്തിനകത്ത് കിട്ടുന്നുണ്ട്. പിന്നെ ആ ഫൺ ഡ്രൈവാണ്. അത് പറ്റ പവർ ഡ്രോപ്പ് ആയിട്ടൊന്നും എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. ഈ ഒരു സൈസിലുള്ളൊരു വണ്ടി അത് അത്യാവശ്യം ഓക്കെ ആയിട്ട് ഇങ്ങനെ ഡ്രൈവ് ചെയ്യാൻ പറ്റുന്ന തരത്തിൽ ക്രമീകരിക്കപ്പെട്ട പോലെയാണ് ആക്ച്വലി നമുക്കിത് ഫീൽ ചെയ്യുന്നത്. സോ ആ ഒരു കാര്യത്തിൽ ദിസ് ഈസ് വെരി നൈസ്. പിന്നെ വേറൊരു ചെറിയ ഗിമ്മിക്ക് പരിപാടി എനിക്ക് തോന്നിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാൻ ഇത് ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ പെട്ടെന്ന് സീറ്റ് ബെൽറ്റ് ഒന്ന് ഊരിയെന്ന് വിചാരിക്കുക. ഇത് ചെയ്യാൻ പാടില്ല എടാ. ഫാസ്റ്റ് ആൻഡ് ഡ്രൈവർ സീറ്റ് ബെൽറ്റ് എന്നുള്ള സാധനം അങ്ങനെ തന്നെ അത് കാണിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇതിപ്പോൾ ആക്ച്വലി ഒരു എംപ്റ്റി റോഡാണ്, വേറെ വണ്ടികളൊന്നുമില്ല, ഏത് സൈഡിൽ ഓടിച്ചാലും പ്രശ്നമില്ലാത്ത റോഡാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ സീറ്റ് ബെൽറ്റ് ഊരി കാണിച്ചതാണ്. ഡ്രൈവ് ചെയ്യുമ്പോൾ സീറ്റ് ബെൽറ്റ് ഒരിക്കലും ഊരാൻ പാടില്ല എന്നുള്ളത് സേഫ്റ്റിയുടെ ഭാഗമായിട്ട് നമ്മൾ അറിയിക്കുകയാണ് ഗൈസ്. ഓക്കെ, എനിവേ വണ്ടിനെ കുറിച്ച് പറയുമ്പോൾ പിന്നെ വിസിബിലിറ്റിയും നല്ലതാണ്. ഇപ്പോൾ ഞാൻ നല്ല നീളമുള്ള ആളാണ്, 6 ഫീറ്റ് ടോളാണ്. ഞാനിരിക്കുമ്പോഴും എനിക്ക് അങ്ങനെ കാര്യമായിട്ടുള്ള ബ്ലൈൻഡുകളില്ല എന്നുള്ളത് തന്നെ ഭയങ്കര അപ്രീഷിയേറ്റബിൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. ചില സമയത്ത് ഇവിടെയൊക്കെ തട്ടാറുണ്ട്. സോ ഇതെൻ്റെ ശരിക്കും പറഞ്ഞാൽ ഐ പൊസിഷൻ്റെ മുകളിലാണ് ഈ സംഭവം ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭയങ്കര വിസിബിലിറ്റി നല്ലതാണ്. നൈസ്.
നമുക്ക് ഇപ്പം ഞാൻ ഓടിച്ചുകൊണ്ടിരിക്കുന്നത് 80-ലാണ്. 80 ആവറേജ് കീപ്പ് ചെയ്ത് ഇങ്ങനെ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ ഓക്കെ, ഭയങ്കര ഗ്രൗണ്ടഡ് ആണ്, സ്മൂത്താണ്. ജസ്റ്റ് ഞാനൊന്ന് 100-ലേക്ക് കേട്ടാന്ന് വിചാരിച്ചു. കറവൊക്കെ എടുക്കുമ്പോൾ ഓക്കെയാ ഒരു പ്രശ്നമില്ല. 100 ഇപ്പോൾ, 100, യെസ് 106. ഓക്കെയാ അത്യാവശ്യം അല്ലേ, അത്യാവശ്യം പവർഫുള്ളാണ്. ഇറ്റ്സ് ഗുഡ്. ഓടിക്കാൻ നല്ല ഇതായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 5 ആളുകൾക്ക് ഇരിക്കാം, നല്ല കംഫർട്ടബിളായിട്ട് യാത്ര ചെയ്യാം, സ്പേഷ്യസ് ആണ്, ലഗേജസ് വെക്കാം, നന്നായിട്ട് നല്ല വൃത്തിക്ക് ഡ്രൈവ് ചെയ്യുകയും ചെയ്യാം എന്നുള്ളതാണ് ഏറ്റവും പുതിയ ടാറ്റ ടിയാഗോ ഓടിച്ച് എക്സ്പീരിയൻസ് ചെയ്ത സമയത്ത് എനിക്ക് കാര്യമായിട്ട് നിങ്ങളുമായിട്ട് പങ്കുവെക്കാനുള്ളത്. അപ്പോൾ ഇതാണ് ഏറ്റവും പുതിയ ടാറ്റ ടിയാഗോ. എന്തൊക്കെ മാറ്റങ്ങൾ വന്നു എന്നുള്ളത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു. പ്രൈസിനെ കുറിച്ച് പറഞ്ഞു, അതുപോലെ തന്നെ എൻജിൻ വകഭേദങ്ങളോ ഇതിനെക്കുറിച്ചൊക്കെ സംസാരിച്ചു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകും വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്താണ് ഈ വണ്ടിനെ കുറിച്ചുള്ള അഭിപ്രായം എന്നുള്ള കമൻറ്റ് കാണാൻ വേണ്ടിയിട്ട് ഞാൻ വെയിറ്റിംഗ് ആണ്. അത് കഴിഞ്ഞിട്ട്, അതായത് ഈ വീഡിയോ കഴിഞ്ഞതിന് ശേഷം നമ്മൾ പോസ്റ്റ് ചെയ്യാൻ പോകുന്ന വീഡിയോ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ തന്നെ ഇലക്ട്രിക് വേർഷനാണ്. കാണുന്ന സമയത്ത് നിങ്ങൾക്ക് മാറ്റങ്ങൾ വളരെ പെട്ടെന്ന് മനസ്സിലായിരിക്കുന്നതായിരിക്കും. എന്നാൽ ഒരുപാട് ചേഞ്ചസ് സാധാരണ ഐസ് എഞ്ചിനുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ EVക്ക് ഉണ്ട്. അതിനെക്കുറിച്ചൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം എന്നുള്ളൊരു കാര്യം പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ തൽക്കാലം നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷമായിട്ട് കാണുന്നവരെ ചെറിയൊരു ബ്രേക്ക്.